സാറേ, മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പറഞ്ഞ അതേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പല വേദികളിൽ, പല സ്ഥലങ്ങളിൽ. നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ ചെറിയ രീതിയിലുള്ളൊരു നിരാശയുണ്ട്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഇതേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനെ അദ്ദേഹം വില നൽകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. 400 സീറ്റ് എന്ന മുദ്രാവാക്യം എവിടെയും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പ്രധാനമന്ത്രി എവിടെയും ഉയർത്തിയില്ല. അപ്പം ശരിക്കും BJP ഒരു ആശങ്കയിലാണോ? BJP ആശങ്കയിലൊന്നുമല്ല. ഈ പ്രധാനമന്ത്രി ഇത് പറയണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പേടിത്തൊണ്ടന്മാരാണ്. BJPയിലും നല്ലൊരു ശതമാനം പേടിത്തൊണ്ടന്മാരുണ്ട്. അയ്യോ ഇത് മിണ്ടരുത്, അത് മിണ്ടരുത് എന്നൊക്കെ പറയും. പ്രധാനമന്ത്രി പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. കോൺഗ്രസ്സുകാർ ഇതൊക്കെ പറഞ്ഞതല്ലേ. ഈ മൻമോഹൻ സിംഗ് മുസ്ലിങ്ങൾക്കാണ് ഫസ്റ്റ് റൈറ്റ് ഓഫ് യൂസ് എന്നൊക്കെ പറഞ്ഞതാണ്. അത് പ്രധാനമന്ത്രി കോട്ട് ചെയ്യുന്നു. അതിൽ തെറ്റെന്താ? അതെ, ഇവർ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൻ്റെ അവകാശി മക്കളല്ല, അത് പകുതി സർക്കാർ കൊണ്ടുപോകുന്നൊക്കെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചാൽ പ്രധാനമന്ത്രി പറയുന്നതാണോ കുറ്റം? പക്ഷേ BJPക്കകത്തും കുറേയധികം പ്രധാനമന്ത്രിയെ സ്നേഹിക്കുന്നവരൊക്കെയാണ്. പക്ഷേ അവർ പേടിത്തൊണ്ടന്മാരാണ്. അവർക്ക് പേടി, അത് പറയരുത്, ഇത് പറയരുത്, ഇങ്ങനെ പറഞ്ഞാൽ വോട്ട് പോകും, അങ്ങനെ പറഞ്ഞാൽ വോട്ട് പോകുമെന്ന് പോകാൻ ഇതാണ് പ്രധാനമന്ത്രിയുടെ ലൈൻ. അതുകൊണ്ടാണ് പുള്ളി കൂസാത്തത്. ഇപ്പം 400 എന്നുള്ള ലക്ഷ്യമൊക്കെ പുള്ളി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അബ്കി ബാർ 400 പാർ. ഇപ്പോൾ പുള്ളി കോൺഗ്രസ്സിനെ നിരന്തരം ആക്രമിക്കുന്ന സ്റ്റൈലിലാണ്. കോൺഗ്രസ്സിന് എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. സാംപിത്രോട് അത് എന്തോ പറഞ്ഞു, അത് അബദ്ധമായി പോയി, അതിൽ മോദി കയറി പിടിച്ചു. ഒടുവിൽ സാംപിത്രോടെ തള്ളി പറഞ്ഞു കോൺഗ്രസ്. അയാൾ കോൺഗ്രസ്സൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ജയറാം രമേശ്. കോൺഗ്രസിൻ്റെ അവസ്ഥ, ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ നോക്കും. ഇപ്പോൾ മമതാ ബാനർജി മോദിക്കെതിരെ പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല. ബിജു ജനതാദൾ പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല. മറ്റേ ലാലു പ്രസാദ് യാദവിൻ്റെ RJD കുറച്ചൊക്കെ അവർ, പക്ഷേ ലിമിറ്റഡ് ടു ബീഹാർ. അവർക്ക് മോദിയേക്കാൾ വലിയ ടാർഗറ്റാണ് നിതീഷ് കുമാറിനെ ആക്രമിക്കും. അപ്പോൾ മോദിയെ ആരാക്രമിക്കുന്നു? ഇല്ല. മോദിയെ ആക്രമിക്കാൻ ഇവിടെ പിണറായി വിജയനും VD സതീശനും ഒക്കെ ഉള്ളൂ. ഇവിടെ മോദിയെ ആക്രമിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി. അതുകൊണ്ട് ഇപ്പം 400 സീറ്റ് എന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് ഏകദേശം പുള്ളി ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആളുകളെ ആവേശത്തോടെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് അത് BJP അടക്കം എല്ലാ പാർട്ടികളെയും വിഷമിപ്പിക്കുന്ന കാര്യമാണ്. വിഷമിപ്പിക്കുകയും വേണം. കാരണം എന്തുകൊണ്ട് വോട്ടർമാർ മടിക്കുന്നു? അതൊരു വലിയ പ്രശ്നമല്ലേ. സാധാരണ കൺവെൻഷനിലായിട്ട് ഇതിന് പറയാറുള്ളത് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുക എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സർക്കാരിനോട് വിരോധമില്ല, അവർ തന്നെ തുടർന്നോട്ടെ, ഇതാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ട്രഡീഷണലി ഒരു റീഡിങ്. അതാണ്. ഇനി അതാണെങ്കിൽ തന്നെ അതൊരു ശരിയായ കാര്യമല്ല. വോട്ടിംഗ് റൈറ്റ് പൗരന്മാർ ഉപയോഗിക്കുന്നില്ല, മടി കാണിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ പരാജയത്തിൻ്റെ തുടക്കമാണ്. ആര് വന്നാലും എന്ത് വരെ ഇങ്ങനെ ഒരു സിനിക്കായിട്ട് ദോഷൈക ദൃക്കല്ല, ഒരു ഔദാസീന്യം, എന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള അത് വരാൻ പാടില്ല. ഈ നാടിൻ്റെ ഭരണാധികാരി ആരാണ് എന്ന് തീരുമാനിക്കുന്നതിൽ നിങ്ങൾക്ക് നിയമപരമായ ഒരു സേ ഉണ്ട്. അത് 5 കൊല്ലത്തിലൊരിക്കൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ഈ രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ മാത്രമാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത്രയും നീണ്ട പരസ്യങ്ങൾ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. TVയിലൊക്കെ പലപ്പോഴും 3 മിനിറ്റ് വരെ നീളുന്ന പരസ്യമാണ് അവരുടെ. അവരാദ്യമായിട്ട് അവരുടെ എന്താ പറയുന്നൊരു പേര്, സിനിമാ നടന്മാരെയൊക്കെ ഹയർ ചെയ്തിട്ട് അയാൾ ആ പരസ്യത്തിൻ്റെ ഐക്കണം സംതിങ് ആയിട്ട് അത് ചെയ്യുക. മലയാളി ഒരു നടനുണ്ടായിരുന്നല്ലോ, ടോവിനോ. ഇലക്ഷൻ കമ്മീഷൻ പരസ്യത്തിന് ഇറങ്ങിയ അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ കാര്യം ഈ പോളിംഗ് പെർസെൻറ്റേജിനെ ചൊല്ലി ഇലക്ഷൻ കമ്മീഷന് വലിയ പ്രയാസമുണ്ട്. ഇത് താഴെ പോകുന്നു, പ്രോഗ്രസീവ്ലി താഴെ പോകുന്നു. ഇലക്ഷൻ കമ്മീഷൻ നോക്കുമ്പോൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പോ അല്ല പ്രശ്നം, ഇതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറഞ്ഞത് എന്തുകൊണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കുറയുന്നത് എന്തുകൊണ്ട്, ഇതെല്ലാം പ്രശ്നമാണ്. ഇപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കൂട്ടുക എന്നുള്ള
ഒരു കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ച് ചെയ്യേണ്ടതാണ്. ആ കാര്യത്തിലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ഒരേ ശബ്ദത്തിൽ സംസാരിക്കാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സാധിക്കണം. നാട്ടുകാർ നിങ്ങൾ വന്ന് വോട്ട് ചെയ്യണം, എനിക്ക് വോട്ട് ചെയ്യുന്നില്ല വേണ്ട, പക്ഷേ വന്ന് വോട്ട് ചെയ്യണം, ഇത് പറയേണ്ടതാണ്. അത് നിർഭാഗ്യവശാൽ ആരും പറയുന്നുമില്ല. കാരണം വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ ഞാൻ ജയിക്കുമെന്ന് ഞാൻ സന്തോഷിക്കുന്നു, അതിൻ്റെ ഗുണം ഗൗതമനാണെന്ന് ഗൗതമൻ സന്തോഷിക്കുന്നു. കേരളത്തിൽ നോക്കി വോട്ട് ചെയ്യാത്ത LDF പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. UDF പറയുന്നു ഞങ്ങളുടെ വോട്ട് രാവിലെ തന്നെ ഞങ്ങൾ പെട്ടിയിലാക്കിയിട്ടുണ്ട്, അവന്മാരുടെ വോട്ടാണ് പോയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയല്ല പറയേണ്ടത്. മൊത്തത്തിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നു, അതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് ഞങ്ങളുടെ കുറഞ്ഞോ മറ്റേ ആളിൻ്റെ കുറഞ്ഞോ എന്നുള്ളതല്ല. ഇപ്പോൾ ഏതായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ടൊരു കോമൺ സത്യം രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് നല്ല കാര്യമല്ല, അത് ചൂട് കൊണ്ടുമല്ല. ഐ ഡോണ്ട് എഗ്രി. ഇതിലും വലിയ ചൂടൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓരോ തവണയും ഗൗതം ശ്രദ്ധിച്ചു ചൂട് കാലം വരുമ്പോൾ ഹോ എന്തൊരു ചൂട് എന്ന് നമ്മൾ പറയും. 4 മഴയങ്ങോട്ട് പെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ ഇതെന്തൊരു ശല്യമാണ്, മഴയും കൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ മുങ്ങി ഇവിടെ മുങ്ങി, എറണാകുളം മൊത്തം മുങ്ങി, തിരുവനന്തപുരം മുങ്ങാൻ പോകുന്നു, പാലക്കാട് മുങ്ങിക്കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബഹളമാണ്. തണുപ്പ് വന്നു കഴിയുമ്പോൾ പതിവില്ലാതെ മൂന്നാറിൽ 0 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് പെയ്യുന്നു. മഞ്ഞ് പെയ്യുന്നു. ഇങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ പോലെ ശൈത്യം. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇതെന്ത് പണ്ടാരം പിടിച്ച അലർട്ട് എന്ന് എനിക്കറിയാം. എന്ത് ഈ അലർട്ടിൽ ചെയ്യേണ്ടത്? ശ്വാസം പിടിച്ചിരിക്കണം. ചെയ്യേണ്ടത് എന്താ? യെല്ലോ അലർട്ട്, റെഡ് അലർട്ട് എന്ന് പറയും. എന്താ ചെയ്യേണ്ടതെന്ന് പറയില്ല. ജാഗ്രതയായിരിക്കണം. ജാഗ്രത ഒരു പൊതുവാക്കല്ലേ, അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമില്ല. ജാഗ്രത. എന്ത് ജാഗ്രത? ചൂടത്ത് എന്ത് ജാഗ്രതയായിട്ടിരിക്കണം അത് കൃത്യമായിട്ട് പറ. ഇതുപോലെ വെള്ളം പൊങ്ങുമ്പോഴും യെല്ലോ അലർട്ട് കൊടുക്കും. എന്ത് ചെയ്യണം? എടുത്ത് ഓടണോ? അതോ ടെറസിൽ കയറി നിൽക്കണോ? കാര്യം പറയണ്ടേ? ഇങ്ങനെ ഒരു വ്യക്തതയും ഇല്ലാത്ത കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല. ചൂട് കൊണ്ടൊന്നും പോളിംഗ് പെർസെൻറ്റേജ് കുറയില്ല. പോളിംഗ് എൻ്റെ ഒരു അവകാശമാണെന്നും അതിൽ ഈ രാഷ്ട്രത്തിന് ഞാൻ ചെയ്യുന്ന ഒരു സംഭാവനയാണെന്നും എൻ്റെ അവകാശം വിനിയോഗിക്കാൻ 5 വർഷത്തിലൊരിക്കൽ എനിക്ക് കിട്ടുന്ന ചാൻസാണെന്നും ബോധ്യമുള്ള ആൾക്കാർ ചൂടും വെയിലും കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ അങ്ങ് സഹിക്കാൻ വയ്യാത്ത ചൂടൊന്നുമില്ല. ഇത് ഈ ഉത്തരേന്ത്യൻ ചൂട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഈ കേരളത്തിൽ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്. പോളിംഗ് പെർസെൻറ്റേജ് കുറയാൻ കാരണേ ഇപ്പം നമ്മുടെ ശ്രീനിവാസനെ പോലുള്ള ആളുകൾ കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശ്രീനിവാസൻ വോട്ടിംഗ് ദിവസം വന്നിട്ട് പറഞ്ഞു ആർക്ക് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, എല്ലാവരും ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ കൂടി വരികയാണോ? ഇപ്പം പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്ന് ചായ കുടിക്കുകയാണ്, 2 യുവാക്കൾ അപ്പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. നാളെ വോട്ടിംഗ് ആണ്, എനിക്ക് ചെയ്യാനൊന്നും താല്പര്യമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നൊന്നുമില്ല. ഇങ്ങനെ യുവാക്കളുടെ മനസ്സ് ഇങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട്. കാരണം ദേ ആർ ഡിസില്യൂഷൻഡ്. ഗൗതം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കേരളത്തിൽ സർവ്വസമ്മതമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ചായക്കടയിലോ ഇരുന്ന് ഗൗതം പറയുകയാണെന്ന് വെച്ചോ, ഇവന്മാരെല്ലാം കള്ളന്മാരാ, ആർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാം, ഇത് പറഞ്ഞാൽ എല്ലാവരും കൈയടിക്കും. അവിടെ ഒരു ആക്റ്റീവ് പൊളിറ്റീഷ്യൻ ഇരിപ്പുണ്ടെന്ന് വെച്ചോ, അയാൾ കൈയടിക്കില്ല, പക്ഷേ മിണ്ടാതിരിക്കും. മിണ്ടാൻ അയാൾക്ക് ധൈര്യം ഉണ്ടാവില്ല, കാരണം എല്ലാവരും കൂടെ അയാളെ ആക്രമിക്കും. ഈ ഒരു ഔദാസീന്യം ജനങ്ങളിൽ ഉണ്ടാക്കിയതിന് രാഷ്ട്രീയ പാർട്ടികൾ സമാധാനം പറയേണ്ടതാണ്. ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയം മടുത്തു, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും മടുത്തു. എല്ലാവരും കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, അവനവൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ രംഗത്ത് വന്നവരാണ് എന്ന് ജനം കരുതുന്നു. ആ കരുതൽ ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ ആ ധാരണ നിലനിൽക്കുന്നു. ഇത് ഞാൻ നേരിട്ട് പല രാഷ്ട്രീയക്കാരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുകയും വഴിയരികിന്ന് ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. ഞാനിത് പല തവണ കേട്ടിട്ടുണ്ട് ആളുകളുടെ ഈ അഭിപ്രായം. രാഷ്ട്രീയക്കാർ മുഴുവൻ അധികാരമോഹം, അഴിമതി, സ്വജനപക്ഷപാതം, എങ്ങനെയും പൈസ ഉണ്ടാക്കുക, ആ പൈസ മുടക്കി അധികാരം നിലനിർത്തുക, ഭൂമി കയ്യേറുക, ഇതൊക്കെ ചെയ്യുന്ന സ്വഭാവക്കാരാണ് രാഷ്ട്രീയക്കാർ. പാർട്ടി ഭേദമന്യേ എല്ലാവരും അങ്ങനെയാണ്. ഈ ഒരു ചിന്ത ജനങ്ങളിൽ വന്നിരിക്കുന്നു. പിന്നെ ഞാൻ എന്തിന് വോട്ട് ചെയ്യണം? അവരുടെ പ്രതിനിധിയായിട്ടാണ് വോട്ട് ചെയ്തിട്ടും ഈ നെഗറ്റീവ് കമൻറ്റ് ശ്രീനിവാസന് അടിച്ചത്. വോട്ട് ചെയ്തുകൊണ്ടാണ്.
ശ്രീനിവാസൻ അത്രയെങ്കിലും കമ്മിറ്റ്മെൻറ്റ് കാണിച്ചു, സുഖമില്ലാതിരുന്നിട്ടും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും വോട്ട് ചെയ്തു. പക്ഷേ ഈ സാധനം ശരിയല്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞു. അത് ഈ ശരിക്കും പറഞ്ഞാൽ മലയാളിയുടെ മനസ്സറിഞ്ഞ് സിനിമയും അഭിപ്രായവും പറയുന്നൊരു മനുഷ്യനാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ വരവേൽപ്പ്, സന്ദേശം, ഇതൊക്കെ നോക്കിക്കോ. ഒരു ശരാശരി മലയാളി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ശ്രീനിവാസൻ പറയും. ഈവൻ ചിന്താവിഷ്ടയായ ശ്യാമള പോലും ഒരു സാധാരണ മലയാളി കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവർ തീരെ പാവങ്ങളാണോ? അല്ല. വലിയ പണക്കാരാണോ? അല്ല. നമ്മൾ ശരിക്കും ഒരു ടിപ്പിക്കൽ മിഡിൽ ക്ലാസ്. അതിനകത്തെ പ്രശ്നങ്ങൾ, അടിപിടികൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഗതി, ഇതൊക്കെ കാണിച്ചിട്ട് അതിനിടയിൽ രാഷ്ട്രീയ സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് ശ്രീനിവാസനെതിരെ പ്രതികരിച്ചവരൊക്കെ നോക്കിയോ എല്ലാ ഇടതുപക്ഷക്കാരാണ്. അവർക്കാണിത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരുന്നത്. ആരും ശരിയല്ല എന്ന് പറയുമ്പോൾ അവരിപ്പോഴും വിചാരിക്കുന്നു ഞങ്ങൾ ശരിയാണ്, ബാക്കിയുള്ളവരൊക്കെയാണ് തെറ്റത്. അങ്ങനെയല്ല. അവരുടെ കാലിലും മന്തുണ്ട്. അതിങ്ങനെ വലിയ വെളുത്ത ഡബിൾ മുണ്ടം കൊണ്ട് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ആ മന്ത് മറഞ്ഞു പോകുന്നില്ല. മന്ത് അവിടെ തന്നെയുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരുടെ കാലിലും മന്തുണ്ട്. സാറേ, അവസാനം ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിൽ നിരവധി വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ദൈനം വിലക്കയറ്റമുണ്ട്, അതുപോലെ തൊഴിലില്ലായ്മയുണ്ട്. ഇതൊക്കെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രാജ്യത്തിൻ്റെ സ്ത്രീകളുടെ കെട്ടുതാലി മുസ്ലിങ്ങൾക്ക് കൊടുക്കും. ഇത്തരം വിഷയങ്ങളാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർ നുഴഞ്ഞു കയറ്റക്കാർ. ഇതാണ് രാജ്യത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളൊരു ധ്വനി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇപ്പം മുസ്ലിം മോർച്ചയുടെ ഒരു നേതാവ് ഉസ്മാൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തെ BJP പുറത്താക്കി. എന്തായിരുന്നു വിഷയം? മോദി ചെയ്തത് ശരിയായില്ല, എനിക്കതിൽ ചെറിയൊരു നിരാശയുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും വോട്ടിനായിട്ട് പോകുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുകയെന്ന്, ഞാൻ ആകപ്പാടെ കുഴങ്ങുകയാണ്. 6 വർഷത്തേക്കാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറ്റിയിട്ട് തിരിച്ചെടുത്തു എന്നൊക്കെ വരും. ബട്ട് പൊതുവേ ഇത് സംഭവിച്ചത് എന്താ? മോദി അല്ലാത്ത രാഷ്ട്രീയക്കാരെ എടുക്കുക, അവരുടെ പ്രസംഗങ്ങൾ നോക്കുക. ന്യൂനപക്ഷം 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 ഇതല്ലേ ഉള്ളൂ. അപ്പം ഇതിനൊരു മറുവശമുണ്ട്. ആ അടിയാണ് മോദി അടിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പ്രസംഗം കേട്ടാലൊന്നുമില്ല. ഈ നാട്ടിൽ ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ, അവർക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ, ന്യൂനപക്ഷം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കൊളരാത്തവരാണ്, തല്ലിപ്പൊളികളാണ് എന്നുള്ള ധ്വനിയിലാണ് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. കേരളത്തിൽ LDF UDF അതിനകത്തെ പ്രധാന കക്ഷിയായ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ 2 പേർക്കും ന്യൂനപക്ഷം എന്നുള്ളതല്ലാതെ ഭൂരിപക്ഷത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം അവർ പറഞ്ഞിട്ടുണ്ടോ? ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പിന്നെ ഹിന്ദു വിഭാഗമാണല്ലോ. ഹിന്ദു വിഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ നാട്ടിൽ? അതോ അവരിങ്ങനെ എല്ലാം ശരിയായിട്ടു ന്യൂനപക്ഷം മാത്രം വലിയ കഷ്ടപ്പാടിൽ ഒന്നും കിട്ടിയില്ല ഇങ്ങനത്തെ അവസ്ഥയാണോ? അല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു തിരിച്ചടിയാണ് മോഡി നൽകുന്നത്. കാരണം നിങ്ങൾ ഒരാളിൻ്റെ സ്വത്ത് പകുതി സർക്കാരിലേക്ക് കണ്ടുകെട്ടും എന്ന് പറയുന്നു. ഇപ്പം മൻമോഹൻ സിംഗ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാജ്യത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ഒരു പർട്ടിക്കുലർ പൊസിഷൻ മൈനോറിറ്റീസിനാണ്, മുസ്ലിങ്ങൾക്കാണെന്ന്. പർട്ടിക്കുലർ പൊസിഷൻ അല്ല, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ദ ഫസ്റ്റ് റൈറ്റ് ഓൺ ദ റിസോഴ്സസ് അത് മുസ്ലിങ്ങൾക്കാണെന്ന്. ആദ്യ അവകാശികൾ അവരെടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്. പക്ഷേ അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പം ചെറിയൊരു ശ്രദ്ധ പിഴവ് മോദി കാണിച്ചിട്ടുണ്ടോ? കാരണം ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ ഒരു കർത്തവ്യമാണ്. അതിലൊരു ഒരു വിദ്വേഷം രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന ഒരാൾക്ക്, സാധാരണക്കാരന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളൊരു വല്ലാത്ത ആൾക്കാരാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു രീതിയിലായി പോയോ ആ പ്രസംഗം എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. മൻമോഹൻ സിംഗ് ഇത് ചെയ്യുമ്പോൾ ആരും ചൂണ്ടിക്കാണിച്ചില്ലല്ലോ. മൻമോഹൻ സിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നത് അത് ഒരു മര്യാദയായോ? മുസ്ലിം അല്ലാത്തവരും ഇവിടെ ഇല്ലേ? അവരെയും ഒന്ന് പരിഗണിക്കേണ്ടത് എന്നാർക്കെങ്കിലും ചോദിക്കാൻ തോന്നിയോ? ചോദിച്ചില്ലല്ലോ. അന്ന് ദൈവം തമ്പുരാനായിരുന്നു. ഇന്നും ആ പ്രസംഗത്തെ കോൺഗ്രസ് തള്ളി പറയുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ മഹാമോശമായ മുസ്ലിം ബയാസ് ഉണ്ടല്ലോ, എന്ത് വന്നു കഴിഞ്ഞാലും മുസ്ലിമിന് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവുമില്ല. ഞാൻ ഹിന്ദുവിന് കൊടുക്കുമെന്ന് പറയും, അയ്യോ അങ്ങനെ പറയരുതായിരുന്നു. ഭരണാധികാരിയല്ലേ, മൻമോഹൻ സിംഗ് ഭരണാധികാരി അല്ലാതിരുന്നോ? അങ്ങേർക്ക് ഇത് പറയാമോ? എന്നിട്ട് വീണ്ടും കോൺഗ്രസ് ഇത് എഴുതി വയ്ക്കാമോ?
നിങ്ങൾ സ്വത്തിൻ്റെ പകുതി സർക്കാർ കൊണ്ടുപോകുന്നു, സ്വത്തിൻ്റെ പകുതി കൊണ്ടുപോകുമ്പോൾ താലിബാനയുടെ പകുതി കൊണ്ടുപോകില്ലേ? കൊണ്ടുപോകുമല്ലോ. അതെ, അതാണ് താലിയറപ്പൻ എന്ന് വിളിച്ചത്. താലിയറപ്പന്മാരാണ് കോൺഗ്രസ്. അതിന് കൂട്ടു നിൽക്കും മറ്റ് കക്ഷികളെല്ലാം. ഇതാണ് ഇന്ത്യ മുന്നണി. ഇത് തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ള പ്രധാനമന്ത്രിയാണ് മോദി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാകുന്നു. എന്ത് വന്നു കഴിഞ്ഞാലും എന്ത് പറയുമ്പോഴും ഒരു മുസ്ലിം വീറ്റോ, അയാൾക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ച് വേണം ഞാൻ എൻ്റെ പ്രസംഗം എഴുതാൻ. സൗകര്യമില്ല. എന്തിന് ഈ പേടിക്കണം? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ പേടിക്കേണ്ട ആവശ്യം എന്താ? ആ കമ്മ്യൂണിറ്റി എൻ്റെ തമ്പുരാനോ? അത് സത്യമാണെങ്കിൽ ഭയക്കേണ്ട ആവശ്യമില്ല. സത്യമാണെങ്കിൽ ഇനി കള്ളമാണെങ്കിൽ പോലും ഭയക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയത്തിൽ പലരും കള്ളം പറയാറുണ്ട്. അവിടെ പോലും ഈ ഒരു ഭയം ആവശ്യമില്ല. ഇതൊക്കെയാണ് വർഗീയ ചിന്താഗതി എന്ന് പറയുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നായന്മാർക്ക് പ്രയാസമാകും. നാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചട്ടമ്പിസ്വാമി എന്ന് പറഞ്ഞോളണം, ഇല്ലെങ്കിൽ പ്രയാസം. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? ഇത് നരേന്ദ്രമോദി വകവയ്ക്കുന്നില്ല, വകവയ്ക്കാൻ ഉദ്ദേശവുമില്ല. അതുകൊണ്ട് ഹി വിൽ കണ്ടിന്യൂസ് ടു സ്പീക്ക് വാട്ട് എവർ ഹി സ്പീക്സ്. 1 or 2 പേര് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ രാജിവെക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ. ദാറ്റ് ഈസ് ഓൾ.